ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി സഞ്ചരിച്ച ഹെലികോപ്റ്ററിന്റെ അവശിഷ്ടം കണ്ടെത്താൻ കഴിഞ്ഞതായി റെഡ് ക്രസന്റ് അറിയിക്കുന്നു. പ്രസിഡന്റിനെ കുറിച്ചും വിദേശകാര്യ മന്ത്രിയെക്കുറിച്ചുമുള്ള വിവരങ്ങൾ ഇതുവരെ ലഭ്യമായിട്ടില്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നു. കനത്ത മഞ്ഞും മോശം കാലാവസ്ഥയും രക്ഷാ ദൗത്യത്തിന് കനത്ത വെല്ലുവിളി ഉയർത്തുന്നുവെന്നും റിപ്പോർട്ടുണ്ട്. പി ജെയിംസ് ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് തത്സമയം ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി പി ജെയിംസ്. ഗുഡ് മോർണിംഗ് ജെയിംസ്. യഥാർത്ഥത്തിലെ ഈ ഹെലികോപ്റ്ററിൻ്റെ ഏകദേശം ഈ തകർന്ന സ്ഥലത്തിൻ്റെ അരികിലെത്താൻ കഴിഞ്ഞു എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ വരുന്നു. അതിൻ്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? SKN ഒരുപക്ഷെ വല്ലാത്ത ആശങ്ക നൽകുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഹെലികോപ്റ്റർ തകർന്നു വീണു എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. ഇതുവരെ പറഞ്ഞിരുന്നത് ഹാർഡ് ലാൻഡിംഗ് നടത്തിയെന്നാണ്, ഒരു റഷ്യൻ പ്രയോഗമാണ്. അവർ ക്രാഷ് ചെയ്തു എന്ന് പറയുന്നില്ല, ഇടിച്ചിറങ്ങി എന്ന് പോലും പറയുന്നില്ലായിരുന്നു. കാരണം അത് വേറെ തരത്തിലുള്ള ആശങ്ക ഉണ്ടാക്കണ്ട എന്ന് വിചാരിച്ചാണ് ഇപ്പോൾ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. അത് തന്നെ കാണിക്കുന്നത് അരുതാത്തത് എന്തോ സംഭവിച്ചു എന്ന സൂചനകളിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇറാൻ്റെ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി 2021 മുതൽ അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റാണ്. ഇപ്പോൾ ലോക സംഭവങ്ങളെ മുഴുവൻ നിയന്ത്രിക്കുന്ന പല സംഭവവാസങ്ങളും നേരിട്ട് ഇടപെടുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ മരണം സംബന്ധിച്ചുള്ള ഇതൊന്നും വന്നിട്ടില്ല, അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട് എന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോഴും ഇറാനിൽ പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തോടൊപ്പം സഞ്ചരിച്ചിരുന്ന വിദേശകാര്യമന്ത്രി ഹൊസൈൻ അമീർ അബ്ദുള്ള ഹിയാനി, അദ്ദേഹത്തിൻ്റെ കാര്യത്തിലും പ്രത്യേക വിവരമൊന്നും ലഭിച്ചിട്ടില്ല. പക്ഷേ ഏത് സമയവും ഒരു ആപൽ സൂചന നൽകുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഒന്നും കൺഫേംഡ് അല്ല. എന്തായാലും SKN ഇത് അട്ടിമറിയാണോ എന്നത് സംബന്ധിച്ചുള്ള ഇതൊക്കെ ലോകരാജ്യങ്ങളൊക്കെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ, രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ അപകടം സംബന്ധിച്ച് ഒരുപാട് അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട്. അത് സംബന്ധിച്ചുള്ള ഒരുപാട് അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട്. അസർബൈജാൻ ഇറാൻ അതിർത്തിയിൽ ഒരു ഡാമിൻ്റെ ഉദ്ഘാടനത്തിന് പോയതാണ് ഇബ്രാഹിം റൈസി പ്രസിഡന്റ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഇതാണ്. അസർബൈജാൻ്റെ പ്രസിഡന്റുമായിട്ട് അസർബൈജാൻ്റെ പ്രസിഡന്റുമായി ചേർന്ന് അദ്ദേഹം അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിൻ്റെ ചിത്രങ്ങളൊക്കെ പുറത്തു വന്നു. അതിനുശേഷമാണ് ഹെലികോപ്റ്ററിൽ കയറി പോയത്. 3 ഹെലികോപ്റ്ററുകൾ ഉണ്ടായിരുന്നു. ബാക്കി 2 ഹെലികോപ്റ്ററുകളും സുരക്ഷിതമായി തിരിച്ചെത്തി എന്നാണ് പറയുന്നത്. ഒരു ഹെലികോപ്റ്റർ, അദ്ദേഹം സഞ്ചരിച്ചിരുന്ന ഹെലികോപ്റ്ററിലാണ് ഇറാൻ്റെ പ്രമുഖരായിട്ടുള്ള വ്യക്തികളൊക്കെ സഞ്ചരിച്ചിരുന്നത്. ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി, നേരത്തെ പറഞ്ഞ പോലെ ഹൊസൈൻ അബ്ദുള്ള അടക്കമുള്ള ആൾക്കാർ, ഒപ്പം തന്നെ അവിടുത്തെ പ്രവിശ്യ ഗവർണർ, അതുപോലെ തന്നെ അവിടുത്തെ സുപ്രീം ലീഡർ ഇറാൻ്റെ പരമാധികാരി ആയത്തുള്ള അലി ഖാമനിയുടെ പ്രതിനിധി അടക്കം 4 ഇറാനെ ഭരിക്കുന്ന പ്രമുഖരായിട്ടുള്ള 4 പേരാണ് സഞ്ചരിച്ചിരുന്നത്. ഇതൊരു അട്ടിമറിയാണോ എന്നതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് വരാനിരിക്കുന്നതേ ഉള്ളൂ, ആവാതിരിക്കട്ടെ. പ്രത്യേകിച്ച് 2 വലിയ സംഭവങ്ങൾ ഇറാനുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. SKN ഒരുപക്ഷെ ഓർക്കുന്നുണ്ടാവും. 2020 അവരുടെ ഇതായിട്ടുള്ള സൈന്യാധിപനായിട്ടുള്ള ആള് സുലൈമാനി, അദ്ദേഹം ബാഗ്ദാദിലെ വിമാനമിറങ്ങി കൺവോയ് ആയിട്ട് വരുമ്പോൾ അമേരിക്കയുടെ ലേസർ ഗൈഡഡ് മിസൈല് ആ കോൺവോയിൽ കൃത്യമായി അദ്ദേഹം സുലൈമാനി സഞ്ചരിച്ചിരുന്ന വാഹനത്തിൽ തന്നെ അടിച്ച് അദ്ദേഹം കൊല്ലപ്പെടുകയായിരുന്നു. അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന ഡൊണാൾഡ് ട്രംപ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം കൊല്ലപ്പെടുന്നത് എനിക്ക് നേരിട്ട് കാണണം എന്ന് പറഞ്ഞ് ഈ ലേസർ ഗൈഡഡ് മിസൈൽ വന്ന് പതിക്കുന്നത് കാണിച്ചു എന്നാണ് പിന്നീട് അമേരിക്കൻ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തത്. SKN അപ്പോൾ അത്രയും വലിയ സാങ്കേതിക വിദ്യകളുള്ള കാലമാണ്. ഫക്രിസാദെ, ഇറാൻ്റെ ആണവശാസ്ത്രത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്ന ഏറ്റവും പ്രമുഖനായ ആണവശാസ്ത്രജ്ഞൻ, ടെഹ്റാനിൽ വാഹനത്തിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കെ ലേസർ ഗൈഡഡ് മിസൈൽ അടിച്ചാണ് അദ്ദേഹത്തെ കൊലപ്പെടുത്തിയത്. ഈ 2 കാര്യങ്ങളിലും ഞങ്ങൾ പ്രതികാരം ചെയ്യുമെന്ന് അമേരിക്കയോടും ഇസ്രായേലിനോടും ഇറാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതിന് വലിയ രാഷ്ട്രീയമായിട്ടുള്ള ഒരുപാട് ഇമ്പാക്റ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് SKN ഓർക്കുന്നുണ്ടാവും, കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് ഇറാനും ഇസ്രായേലും തമ്മിൽ ഓരോ ദിവസത്തെ ഒരു അടി പൊട്ടിയത്. അതൊരു യുദ്ധത്തിലേക്ക് പോകുന്ന ലോകമാകെ ആശങ്കപ്പെട്ടതാണ്. ഇസ്രായേല് സിറിയയിലെ ഇറാൻ്റെ കോൺസുലേറ്റിൽ കയറി അടിക്കുകയും അവിടെ വ്യോമാക്രമണത്തിൽ 2 ഇറാനിയൻ ജനറൽമാർ കൊല്ലപ്പെട്ടു, പ്രമുഖരായിട്ടുള്ള 11 പേർ കൊല്ലപ്പെട്ടു. അതിന് പ്രതികാരം ചെയ്യും, ഞങ്ങൾ അടിക്കും എന്ന് പറഞ്ഞത് ഇപ്പോൾ പ്രസിഡൻ്റായിരിക്കുന്ന ഇബ്രാഹിം റൈസി തന്നെയാണ്. അന്ന് അദ്ദേഹം പറഞ്ഞതനുസരിച്ച് 100 കണക്കിന് മിസൈലുകൾ അയച്ചാണ് ഇസ്രായേലിനെ ആക്രമിക്കാൻ ശ്രമിച്ചത്. പക്ഷേ ഇറാനെതിരെയുള്ള
അയൺ ഡോം വെച്ചുകൊണ്ടും അമേരിക്കയുടെയും സൗദിയുടെയൊക്കെ ഭാഗത്തു നിന്നുള്ള ചെറുത്തുനിൽപ്പ് മൂലം അതൊന്നും വലിയ രീതിയിൽ പ്രശ്നമുണ്ടായില്ല. രണ്ടു കൂട്ടരും പിന്നീട് മൗനം പാലിക്കുകയായിരുന്നു. യുദ്ധം കൂടുതൽ യുദ്ധതലത്തിലേക്ക് പോകാൻ അനുവദിച്ചില്ല എന്ന് മാത്രമല്ല, ഇസ്രായേൽ ഹമാസ് യുദ്ധം നടക്കുകയാണ്. എസ് കെൻ അറിയാവുന്ന പോലെ ഹമാസിൻ്റെ പിന്നിൽ ഹെസ്ബുള്ള, ലെബനനിലെ ഹെസ്ബുള്ളയുടെ പിന്നിൽ, അതുപോലെ തന്നെ ഹൂതികളുടെ പിറകിൽ ഒക്കെ ഇറാനാണ്. ഇറാൻ പിന്തുണയോടെയുള്ള ഔട്ട്ഫിറ്റ്സ് ആയിട്ട് അറിയപ്പെടുന്ന സംഘടനകളാണ്. ഇപ്പോൾ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൻ്റെ ഒരു ഭാഗത്ത് ഇറാനാണ് നിൽക്കുന്നത്. ഇങ്ങനെയുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ നടക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ആ സാഹചര്യത്തിൽ വല്ലാത്ത രീതിയിലുള്ള ചിന്തകളുണ്ട്. തുർക്കിയിൽ നിന്ന് ഡ്രോണുകൾ വന്നിട്ടുണ്ട്. തുർക്കി പ്രസിഡന്റ് തയ്യിപ്പ് എർദോഗാൻ പറഞ്ഞതനുസരിച്ച് അവർ അവശിഷ്ടങ്ങളുടെ ചില ഭാഗങ്ങൾ കണ്ടെത്തിയെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഹെലികോപ്റ്ററുകൾ വിട്ടുകൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ തൊട്ടടുത്ത രാജ്യങ്ങളിൽ നിന്നുള്ള സഹായങ്ങൾ വരുന്നുണ്ട്. ഈ തരത്തിൽ ഇറാൻ വല്ലാത്ത ഒരു രാഷ്ട്രീയ അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. അവിടെ ലക്ഷക്കണക്കിന് സ്ത്രീകൾ ഇറങ്ങിയ ഒരു പ്രക്ഷോഭം നടന്നിരുന്നു. അത് അടിച്ചമർത്തുന്നത് അവിടുത്തെ റവല്യൂഷണറി ഗാർഡ്സ് ആണ്. ഇത് മാത്രമല്ല, ഇബ്രാഹിം റൈസി അവിടുത്തെ പരമാധികാരിയായിട്ടുള്ള ആയത്തുള്ള അലി ഖാമനിയുടെ ഏറ്റവും വലിയ ശിഷ്യനാണ്. 63-കാരനാണ്, 85-കാരനാണ് പരമാധികാരി. അദ്ദേഹത്തിന് കാലശേഷം ഇദ്ദേഹമായിരിക്കും ഇറാൻ്റെ പരമാധികാരി എന്ന് വരെ ഉറച്ചു വച്ചിരിക്കുകയാണ്. അദ്ദേഹം വലിയ യാഥാസ്ഥികനാണ്. സുപ്രീം കോടതി ഇവിടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. അദ്ദേഹം ഇരുന്ന കാലത്താണ് ആയിരക്കണക്കിന് ആൾക്കാർ തൂക്കിക്കൊല്ലാൻ വിധിച്ചത്. ഈ തരത്തിൽ ഹാർഡ് ലൈനറാണ്, തീവ്ര നിലപാടെടുക്കുന്ന ആളാണ്. അവിടുത്തെ റിഫോമിസ്റ്റുകളെയും സെൻട്രിസ്റ്റുകളെയും ഒക്കെ മാറ്റി നിർത്തിയാണ് അദ്ദേഹം അവിടെ പ്രസിഡൻ്റായിട്ട് വന്നത്. തീവ്ര നിലപാടുകാരുടെ നേതാവായിട്ട് അറിയപ്പെടുന്ന ഇബ്രാഹിം റൈസിയാണ് സംബന്ധിച്ചാണ് ഇപ്പോൾ ആപൽക്കരമായിട്ടുള്ള റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. എസ് കെ. താങ്ക് യു പി ജെയിംസ്. എന്തായാലും കാണാതായ ഹെലികോപ്റ്റർ കണ്ടെത്തി എന്ന രീതിയിലുള്ള വിവരമാണ് ഇൻ്റർനാഷണൽ മൂവ്മെൻ്റ് റെഡ് ക്രസൻറ്റ് നമ്മെ അറിയിക്കുന്നത്. തകർത്ത ഹെലികോപ്റ്ററിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി. അതുപോലെ പ്രസിഡന്റിൻ്റെ കാര്യവും അതിൽ സഞ്ചരിച്ച വിദേശകാര്യമന്ത്രിയുടെ കാര്യവും എന്താണ് എന്ന് അറിവായിട്ടില്ല. എത്രയും പെട്ടെന്ന് തന്നെ അതിൻ്റെ വിവരങ്ങൾ അറിയാൻ കഴിയും എന്നാണ് പി ജെയിംസ് റിപ്പോർട്ട് ചെയ്യുന്നത്. കനത്ത മൂടൽമഞ്ഞ് കാരണം രക്ഷാപ്രവർത്തനത്തിന് തടസ്സം ആകുന്നു എന്ന രീതിയിലുള്ള വാർത്തകളും വരുന്നുണ്ട്.